Chess number 2107. Final call and on stage. നാനി സദസ്സിന് വന്ദനം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പുസ്തകം എൻ്റെ സുഹൃത്ത് എന്ന വിഷയത്തെക്കുറിച്ചാണ്. എല്ലാ വർഷവും ഏപ്രിൽ 23-ന് നാം പുസ്തക ദിനം ആചരിക്കുന്നു. പുസ്തക വായന നമ്മുടെ വളർച്ചയുടെ ഓരോ പടികളാണ്. ഒരുപാട് എഴുത്തുകാരുടെ ചിന്തയും ശേഷിയും വീർപ്പുമാണ് ഓരോ പുസ്തകവും. ഒരു നല്ല പുസ്തകം 100 നല്ല സുഹൃത്തുക്കൾക്ക് സമമാണ്. രസകരമായ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ധാരാളം വിലപ്പെട്ട അറിവുകൾ ലഭിക്കും. വായന കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് എത്തുന്നത് PM പണിക്കർ എന്ന നാമമാണ്. ഭൂമിയിൽ മനുഷ്യർക്ക് മാത്രം ആസ്വദിക്കുവാൻ കഴിയുന്ന ഒന്നാണ് വായന. ആദിമ മനുഷ്യർ കല്ലിലും മണ്ണിലും എഴുതി തുടങ്ങി. പിന്നീട് അവർ അക്ഷരങ്ങളും വാക്കുകളും വാചകങ്ങളും ഉണ്ടാക്കി. ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് പുതുതലമുറ പുസ്തകത്തിൽ നിന്നും പിൻവലിഞ്ഞ് ഫോണിലേക്കും കമ്പ്യൂട്ടറിലേക്കും സഞ്ചരിച്ചു തുടങ്ങിയെങ്കിലും വായനയുടെ മാധുര്യം അറിഞ്ഞിട്ടുള്ളവർ അത് ഇപ്പോഴും ആസ്വദിക്കുന്ന സത്യം തന്നെയാണ്. ഭാഷാ, ചിന്ത, ബുദ്ധി, വികാരങ്ങൾ എന്നിവ മറ്റുള്ളവർക്ക് മുമ്പിൽ എങ്ങനെ വളരെ നന്നായി അവതരിപ്പിക്കുമെന്നുള്ളത് നല്ല വായനയുടെ ലഭിക്കുന്ന അറിവുകളാണ്. നമ്മുടെ കുട്ടികളും വായനശാലയിലേക്ക് പോകട്ടെ, ഇഷ്ടമുള്ള തിരഞ്ഞെടുത്ത് വായിക്കട്ടെ. മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കപ്പുറം വളരട്ടെ. അതിനുള്ള സൗകര്യം മാതാപിതാക്കൾ തന്നെ ഒരുക്കണം. മണികൂടുവാതെ വായിക്കുവാൻ നമുക്ക് കഴിയണം. എന്നാൽ നമുക്ക് അറിവിന്റെ പടികൾ ഓരോന്നായി കയറുവാൻ സാധിക്കും. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന് കുഞ്ഞുണ്ണി മാഷിന്റെ അർത്ഥപൂർണമായ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട്